രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് ആ ഒരു മഴയൊക്കെ കണ്ട് എണീക്കുമ്പോൾ. അപ്പോൾ മോനിപ്പോൾ മദ്രസയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നേരിയ പത്തിരിയും പിന്നെ ഗോതമ്പിൻ്റെ പുട്ടുണ്ട്. അപ്പോൾ നേരിയ പത്തിരിൻ്റെത് നൈസ് പത്തിരി ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് രാവിലെ അത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുണ്ടാക്കിയപ്പം പിന്നെ അത് കുറച്ചേ ഉള്ളൂ, തികയില്ല. അപ്പോൾ പിന്നെ വേഗം ഗോതമ്പിൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനും കറിയും ലേശം തികയില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു മീൻ വരട്ടിയതുണ്ട്, പിന്നെ ലേശം ബാജിക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ നൈസ് പത്തിരി രാത്രിക്കത്തേക്ക് എടുത്താൽ മതി. ഇപ്പോൾ കാരണം ഇരട്ടി പണിയാവാണ്. ഇതിട്ട് തികയൊന്നുമില്ല, വേറെ ഉണ്ടാക്കേണ്ടി വന്നു, വേറെ കറിയും ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ചില ദിവസം അങ്ങനെയാണ്, നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വിപരീതമായിട്ടാണ് ചില ദിവസങ്ങളിൽ സംഭവിക്കുക. അപ്പോഴേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടിയാണ് പല കമ്പനിയും വരുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് നല്ല കമ്പനിയായിരുന്നു, കുറച്ച് വെള്ളം മതിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം വെള്ളം വേണം. നമ്മൾ സാധാ പുട്ടുപൊടി കൊടുക്കുന്ന അതേപോലെ തന്നെ വെള്ളം പോകണം, അല്ലെങ്കിൽ വെള്ളം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റ് ആകുമ്പോഴേക്കും ഞാൻ വേഗം രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായയും കുടിച്ചതിന് ശേഷം ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. കാരണം ഇവിടെ ഏറ്റവും മെസ്സിയായി കിടക്കുക ഈ ഒരു ലിവിങ് റൂമാണ്. ഇവിടെ ടി വി ഉള്ളതിനോണ്ട് ടി വി കണ്ട് പിന്നെ രാത്രി ആരാണോ എണീറ്റ് പോണേ ആൾ പിന്നെ പില്ലോസും എല്ലാം കണ്ടെടുത്തിട്ടുകൊണ്ട് അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഒരു ഭാഗം അതിനോണ്ട് പെട്ടെന്ന് ഇത് നന്നാക്കും കേട്ടോ. ഇതും ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റിലോ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. അതേസമയം അത് അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ടെൻഷൻ, അത് ചെയ്യാണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ വൈകുന്നതിനനുസരിച്ച് എന്ത് കാര്യമായിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കുന്ന പോലെയാണ്. അതേസമയം നമ്മൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സംഗതി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കഴിയും രാവിലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ. അതേസമയം നേരെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു അരമണിക്കൂർ എടുത്താൽ അതൊരു കഴിയാത്ത പോലെ കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൻ്റെ, അപ്പോൾ അതും ഒന്ന് തുടച്ചെടുത്ത്. പിന്നെ വാഷ് ബേസിൻ്റെ ഗ്ലാസ്, എനിക്ക് ഗ്ലാസ് മങ്ങി കാണാമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു നെഗറ്റീവ് ഫീലാണ്. അപ്പോൾ ഞാനത് വേഗം പെട്ടെന്ന് അതൊക്കെ ചെയ്യും. തന്നെയാണ് കേട്ടോ വാഷ് ബേസും. കാരണം വാഷ് ബേസ് നല്ലൊരു ക്ലീൻ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാമെന്ന് പറയുമ്പോൾ നല്ലൊരു ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അറപ്പുള്ള സംഗതി കേട്ടോ വാഷ് ബേസിൽ പോയിട്ട് കൈ കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതല്ലാതെ വേറെ വഴിയില്ല. കാരണം അതൊരു വൃത്തി ഉണ്ടാവില്ല, കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ എത്ര ഇനിയിപ്പോൾ എന്ത് ഇതായിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ ആ വാഷ് ബേസ് 2 വാഷ് ബേസ് ഇല്ല, രണ്ടും ഞാൻ ക്ലീൻ ചെയ്തിട്ടേ നിൽക്കുള്ളൂ. അതെനിക്ക് എന്തോ ഭയങ്കര ഒരു ഇതാണ് അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ അപ്പോഴേക്ക് നമ്മളെ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ബാജിക്കറിയും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതപ്പോൾ ഭയങ്കര റിച്ചാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 2-3 ഐറ്റംസും 2 കറിയൊക്കെ കേട്ടോ. പിന്നെ മീൻ വറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നേരി പത്തിരിക്കൊക്കെ മീൻ വറ്റിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്കൊന്ന് വറവും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ളത് നോക്കണം. പിന്നെ അപ്പോഴേക്കുള്ള കുറേ പാത്രങ്ങളൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണല്ലോ നമ്മളെ. അപ്പോഴേക്ക് 8:15.